ഹായ്. അപ്പോഴേ നമുക്ക് ഹാഡ് ഉപയോഗിക്കുന്നത് എങ്ങനെയാ? ഉണ്ടെന്ന് പറഞ്ഞു, നമ്മൾ പഠിച്ചു. ആണെന്ന് ആകുന്നു എന്ന് പഠിച്ചു. ആയിരുന്നു എന്ന് പഠിച്ചു. ഇനി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടി എങ്ങനെ പറയാമെന്ന് നോക്കാം. ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. ഏകവചനമായാലും ബഹുവചനമായാലും ഐ ആയാലും വി ആയാലും യു ആയാലും എല്ലായിടത്തും എന്ത് തന്നെയാണ് ഉപയോഗിക്കുന്നത്? ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുമ്പോൾ ഇതും അതുപോലെ തന്നെ ആദ്യം സബ്ജക്റ്റ് ചേർക്കും, അതേ കണക്ക് അത് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വെർബായ ഹാഡ് ചേർക്കും, ഉണ്ടായിരുന്നു എന്നുള്ളത് ചേർക്കും. അത് കഴിഞ്ഞ് ബാലൻസ് പറയും. ഉദാഹരണം, ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ കാർ, അവർക്കൊരു കാർ ഉണ്ടായിരുന്നു. അതുപോലെ ഐ ഹാഡ് എ ഹെഡ് ഏക്ക്, എനിക്കൊരു തലവേദന ഉണ്ടായിരുന്നു. നമുക്കുള്ള ഫീലിങ്സിനും ഈ ഹാഡ് തന്നെ പറയും. തലവേദന, വയറുവേദന, ഇതിനെല്ലാം ഹാഡ് ചേർത്ത് പറയും. ഉണ്ടായിരുന്നു എന്ന് പറയാം. അന്നേരം ഫുൾ ഡേ മൊത്തം തലവേദന ആയിരുന്നു എന്ന് പറയാം. ഐ ഹാഡ് എ ഹെഡ് ഏക്ക് ഓൾ ഡേ എന്ന് പറയാം. അത് ബാലൻസ് പറയേണ്ട. നമുക്കിപ്പോ ഹാഡ് ജസ്റ്റ് ഉപയോഗിക്കുന്ന കാര്യം മാത്രം നിങ്ങളൊന്ന് പഠിച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞ് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ദേ ഹാഡ് എ ബംഗ്ലാവ്, അവർക്കൊരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ദേ ഹാവ് ആൻ എലിഫന്റ്, അവർക്കൊരു ആന ഉണ്ടായിരുന്നു. ആനും ചേർക്കുന്ന കാര്യം അറിയാലോ. പിന്നെ നമുക്ക് ഐ ആണെങ്കിലും ഹാഡ് ഉപയോഗിക്കും, ഹാവ് ആണെങ്കിലും ഐ ആണെങ്കിലും ഹാഡ് ഉപയോഗിക്കും. ദേ വി ഏതാണെങ്കിലും ഹാഡ് തന്നെയാണ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് മനോഹരമായൊരു ടൈം ഉണ്ടായിരുന്നു. വി ഹാഡ് എ, അതുപോലെ നമുക്ക് നല്ല മനോഹരമായ ടൈം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വി ഹാഡ് എ ഗ്രേറ്റ് ടൈം അങ്ങനെ പറയാം. നമ്മുടെ ഫീലിങ്സ്, ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഇതിനെല്ലാത്തിനും ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും നമ്മൾ പഴയ കാര്യങ്ങളായാലും എന്ത് കാര്യങ്ങളായാലും കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അനുഭവിച്ചിരുന്നു എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴ് നൗൺ നമുക്കറിയാവുന്ന നാമങ്ങളും സർവനാമങ്ങളും മറ്റ് ക്രിയകളും എല്ലാം ചേർത്ത് ഹാഡ് ചേർത്ത് ഓരോ സെന്റൻസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വാക്കുകൾ പറഞ്ഞ് പഠിക്കാം. ഓക്കെ, കുറച്ച് ഉദാഹരണങ്ങളും കൂടി പറയാം. ഐ ഹാഡ് എ ഗുഡ് ടൈം യെസ്റ്റർഡേ. അതുപോലെ ഐ ഹാഡ് ആൻ അപ്പോയിന്റ്മെന്റ് ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് വീക്ക് അത്ര ദീർഘമൊന്നും പറയണ്ട. നമ്മൾ ഐ ഹാഡ് ആൻ അപ്പോയിന്റ്മെന്റ്, എനിക്ക് ഇന്നലെ ഐ ഹാഡ് ആൻ അപ്പോയിന്റ്മെന്റ്, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വാക്യങ്ങൾ പറഞ്ഞു പഠിച്ചാൽ മതി. ബാക്കിയുള്ള നമ്മൾ പിന്നെ ഒബ്ജക്റ്റും മറ്റു കാര്യങ്ങളും ചേർന്ന് വരുന്നത് വീണ്ടും പഠിക്കാം. അതുപോലെ ഇറ്റ് ഹാഡ് എ ക്രാക്ക്, അതിനൊരു പൊട്ടലുണ്ടായിരുന്നു. ഇപ്പൊ ഒരു ഗ്ലാസോ പ്ലേറ്റോ എന്തെങ്കിലും ആണെങ്കിൽ ഇറ്റ് ഹാഡ് എ ക്രാക്ക് അങ്ങനെ പറയാം. അതുപോലെ കുളിക്കുന്നതിന് കുളിച്ചു കഴിഞ്ഞു എന്ന് പറയാം. ഐ ഹാഡ് എ ബാത്ത്, ഞാൻ അല്ലെങ്കിൽ ഹി ഹാഡ് എ ബാത്ത്, കുളിച്ചു അത് പറയാനൊക്കെ ഹാഡിന് ചേർക്കുന്നത്. ഐ ഹാഡ് എ ബാത്ത്, ഐ ഹാഡ് ലഞ്ച്, ഐ ഹാഡ് മൈ ലഞ്ച്, ഐ ഹാഡ് ഡിന്നർ, അതെല്ലാം അങ്ങനെ പറയും. ഐ ഹാഡ് ലഞ്ച്, ഞാൻ ലഞ്ച് കഴിച്ചു എന്ന് പറയും. പക്ഷെ ഐ ഹാഡ് ലഞ്ച് ഇയർലി അല്ലെങ്കിൽ ഡിന്നർ ഇയർലി, നേരത്തെ കഴിച്ചു എന്നൊക്കെ പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. എന്നാലും ഈ ഹാഡ് ചേർക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഐ ഹാഡ് മൈ ഓൺ റൂം, അങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ഹാഡ് ചേർത്ത് പറയാം. അതുപോലെ കൂടുതൽ സെന്റൻസുകൾ ഉണ്ടാക്കി പഠിക്കാം.